എറണാകുളത്തെ പ്രിയ ദൈവജനമേ, അഭിവന്ദ്യനായ കാർഡിനൽ വർക്കി വിധേയത്തിൽ പിതാവിന്റെ ഹൃദയത്തിൽ ഉദിച്ച അതിമഹത്തായ ഒരു കാര്യമാണ് ഒരു സഭയിൽ ഒരു ആരാധനാ രീതി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്ത സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും, സീറോ മലബാർ സഭയിലെ ബഹുമാനപ്പെട്ട 10,000-ഓളം വൈദികരും, സീറോ മലബാർ സഭയുടെ കീഴിലുള്ള 30,000-ഓളം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും, സീറോ മലബാർ സഭയിലെ 50 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളും, ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഒരു സീറോ മലബാർ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ എത്തിച്ചേരുമ്പോൾ അവർ ഒരേ രീതിയിൽ ബലിയർപ്പിക്കാനും ബലിയിൽ പങ്കെടുക്കാനും സാധ്യമാകണം എന്നതായിരുന്നു പിതാവിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് 1999 വർക്കി വിധേയത്തിൽ പിതാവ് കേരളത്തിലെ വ്യത്യസ്ത രീതികളിൽ ബലിയർപ്പിച്ചിരുന്ന മെത്രാന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഐകകണ്ഠമായി ഒരു തീരുമാനമെടുത്തത്. അന്ന് നടന്നതാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള സമവായം. ഇന്ന് എറണാകുളത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് സമവായം. സമവായം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത ചിന്താഗതികളുള്ള, വ്യത്യസ്ത രീതികളുള്ള വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ചിരുത്തി രണ്ടു കൂട്ടരെയും ഒരേ പൊതു ലക്ഷ്യത്തിലേക്ക് ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നതിനെയാണ് സമവായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും മൾത്താരാഭിമുഖം വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നവരെയും പൂർണ്ണമായും ജനാഭിമുഖ കുർബാന അർപ്പിച്ചിരുന്നവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് രണ്ടു ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ വരുത്തി ഒരു പൊതു നന്മയ്ക്കായി ഒരേ രീതിയിൽ ബലിയർപ്പിക്കാനുള്ള ഐകകണ്ഠമായ തീരുമാനമാണ് 1999 നടപ്പിലായത്. അതുകൊണ്ട് ഇനി വിശുദ്ധ കുർബാനയുടെ പേരിൽ ഒരു സമവായം സാധ്യമല്ല എന്നും അങ്ങനെ ഒരു സമവായത്തെ കുറിച്ച് ആരും ചിന്തിക്കണ്ട എന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പുണ്യപിതാവിന്റെ ആഗ്രഹം സാധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഇത് ഇതുവരെ സാധ്യമായിട്ടില്ല. എന്നാൽ ഇതിന്റെ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും ഒരു വൈദികന്റെ ബന്ധുവിന്റെ ഒരു മരണമോ ഒരു കല്യാണമോ മറ്റു രൂപതകളിൽ നടക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്തെ ഈ വൈദികർ മറ്റു രൂപതകളിൽ ചെന്ന് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കും. എന്നാൽ മറ്റു രൂപതകളിലെ ഏതെങ്കിലും വൈദികരുടെ ബന്ധു മരണപ്പെടുകയോ ഒരു കല്യാണത്തിനോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നാൽ അവരെ കൊണ്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ രസകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ടത് എറണാകുളത്തെ വിശ്വാസികളാണ്, എറണാകുളത്തെ വൈദികരാണ്. അങ്ങനെ മനുഷ്യന്
അംഗീകരിച്ചു കൊടുക്കാനാവാത്ത ഒരു കാട്ടുനീതിയാണ് ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റൂബ്രിക്സ് വിശുദ്ധ കുർബാനയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വിശുദ്ധ കുർബാനയുടെ റൂബ്രിക്സ് തക്സയിൽ എപ്രകാരമാണോ പറഞ്ഞിരിക്കുന്നത് അപ്രകാരം തന്നെ ബലിയിലും പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ആവശ്യം. എന്നാൽ റൂബ്രിക്സിന്റെ പേരിലാണ് ഇന്ന് കുർബാനയുടെ തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട വൈദികരോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വൈദികർക്ക് റൂബ്രിക്സ് ഉള്ളതുപോലെ തന്നെ ദൈവജനത്തിനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസ സമൂഹത്തിനും റൂബ്രിക്സ് ഉണ്ട്. അവര് നിൽക്കേണ്ട സമയത്ത് നിൽക്കണം, അവര് മുട്ടുകുത്തേണ്ട സമയത്ത് മുട്ടുകുത്തണം, അവരിയ്ക്കേണ്ട സമയത്ത് ഇരിക്കണം. എന്നാൽ ഈ റൂബ്രിക്സ് തെറ്റിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയത്ത് മുട്ടുകുത്തുകയും മുട്ടുകുത്തിന്റെ സമയത്ത് ഇരിക്കുകയും ഇരിക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്താൽ പുരോഹിതര് സമ്മതിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ റൂബ്രിക്സ് വൈദികർക്കും ദൈവജനത്തിനും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എറണാകുളം രൂപതയിൽ ഇന്ന് മുഴങ്ങിക്കേക്കുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള ഒരു സമവായം, അതൊരു കാരണവശാലും ഇനി ഒരു സമവായത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എടുത്ത തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കിക്കൊണ്ട് വർക്കിവിധേയത്തിൽ പിതാവിനോടുള്ള നമ്മുടെ ആ ആത്മാവിനോടുള്ള നമ്മുടെ പൂർണ്ണമായ വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്തെ വൈദിക സമൂഹം ഈ നോമ്പുകാലത്തെങ്കിലും പൂർണ്ണമായും സഭയ്ക്ക് വഴങ്ങിക്കൊണ്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പാതയിലേക്ക് കടന്നു വരണമെന്നും അങ്ങനെ സഭയുടെ അന്തസ്സും അഭിമാനവും യശസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയ്ക്ക് ഒരു നവ ചൈതന്യം നൽകാൻ വൈദികരും മെത്രാന്മാരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ അന്തിമ തീരുമാനം മെത്രാൻ സമിതിക്കുള്ളതാണ്. ഈ തീരുമാനത്തിൽ നിന്ന് മെത്രാൻ സമിതിക്ക് ഒരിക്കലും പിന്നോക്കം പോകാനാവില്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ പൂർണ്ണമായും ഈ കാര്യത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് ലാഘവ ബുദ്ധിയോടുകൂടി കാണാതെ കാർക്കശ്യ മനോഭാവത്തോടുകൂടി ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.